തലസ്ഥാനത്തെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണമാഘോഷിച്ച് ഇഡി അക്രമ കേസ് പ്രതികൾ. CPM മുൻ കൗൺസിലർ IP ബിനു ഉൾപ്പെടെയുള്ളവരുടെ ഓണാഘോഷം മ്യൂസിയം പോലീസ് സ്റ്റേഷന് മുന്നിലാണ്. ആഘോഷ ഭാഗമായി റീലും ചിത്രീകരിച്ചു. ഉദ്യോഗസ്ഥർ ആഘോഷത്തിന് തെരഞ്ഞെടുത്ത വേഷത്തിലാണ് പ്രതികളും സ്റ്റേഷനിലെത്തിയത്. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതികളാണിവർ. ജനം TV വാർത്തയ്ക്ക് പിന്നാലെ അന്വേഷണത്തിന് നിർദ്ദേശം നൽകി DGP. സിറ്റി പോലീസ് കമ്മീഷനോട് ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം. വിശദാംശങ്ങളുമായി MS വീണ ചേരുകയാണ്. വീണ, പ്രതികളാണ് പോലീസ് സ്റ്റേഷന് മുന്നിൽ ഓണം ആഘോഷിച്ചത്, അതും റീലടക്കം ചിത്രീകരിച്ച്. ഇത് ഉദ്യോഗസ്ഥരിൽ ചിലരുടെ മൗനാനുവാദത്തോടെ ആണോ എന്നുള്ള വിമർശനം തന്നെയാണോ ഉയർന്നത്? ഏതായാലും ജനം TV വാർത്തയ്ക്ക് പിന്നാലെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞു. മറ്റു വിവരങ്ങൾ കൂടി. KP, ഇന്നാണ് ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഓണാഘോഷം നടന്നത്. ആ ഓണാഘോഷ പരിപാടിയിലാണ് ED കേസിലെ പ്രതികൾ, അതായത് ED ഉദ്യോഗസ്ഥർ, ഇവിടെ തലസ്ഥാനത്ത് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ വീട്ടിൽ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിലെ പ്രതികളായ മുൻ കൗൺസിലർ IP ബിനു ഉൾപ്പെടെയുള്ള പ്രതികളാണ് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ ഭാഗങ്ങൾക്ക് പങ്കാളികളായത്. അവർ ഈ പോലീസ് ഉദ്യോഗസ്ഥർ ധരിച്ചിരുന്ന അതേ വേഷത്തിൽ തന്നെയാണ്, അതേ നിറത്തിലുള്ള വേഷവും വിധാനവുമായിട്ടാണ് അവർ അവിടെ എത്തിയത്. അവർ അത്തപ്പൂക്കളത്തിന് സമീപം നിന്നും പോലീസുകാർക്കൊപ്പം നിന്നും ഊഞ്ഞാലാടുന്നതും അടക്കമുള്ള റീൽസുകൾ ചിത്രീകരിക്കുക, അത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അത് വിവാദമായതിന് പിന്നാലെ ഇപ്പോൾ തന്നെ ജനം TVയുടെ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന്, അതായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. കാരണം ഇതിലൊരു മൗന അനുവാദം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ പ്രതികൾ അവിടെ എത്തിയത്, അവരെങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷ പരിപാടിയിൽ പങ്കാളികളായത് എന്നുള്ള കാര്യത്തിൽ കമ്മീഷണറാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിന് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നതാണ്. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം, ED കേസിൽ അറസ്റ്റിലായി തുടർന്ന് ജയിലിലായി ഇപ്പോൾ ജാമ്യം ലഭിച്ച IP ബിനു അടക്കമുള്ളവർ പുറത്താണ്. അവർ ഒപ്പിടുന്നതിനായി സ്റ്റേഷനിൽ രാവിലെ എത്തിയതാണ്. യാദൃച്ഛികമായാണ് പോലീസുകാരുടെ വസ്ത്രത്തിന്റെ അതേ നിറത്തിലുള്ള വസ്ത്രവും അവർ ധരിച്ചതെന്നാണ്. അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. യാദൃച്ഛികമായി എന്ന് പറയുമ്പോഴും യാദൃച്ഛികമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇവർ ജാമ്യത്തിലാണ്. ഒപ്പിടാൻ വന്ന സമയത്ത് ഈ റീൽ ചിത്രീകരിച്ചു എന്ന് പറയുമ്പോൾ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ അനുവാദമില്ലാതെ, അത് എല്ലാ ഉദ്യോഗസ്ഥരുടെയും അല്ല, ചില ഉദ്യോഗസ്ഥരുടെയെങ്കിലും അനുമതി മാത്രമല്ല ഒത്താശയില്ലാതെ ഇത്തരമൊരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല.